സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സെഷനിലേക്ക്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കേട്ടറ്റിന്റെ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? 2025 മെയ് കേട്ടറ്റ് മെയ് 2025 നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എന്താണ് സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് മെയ് മാസത്തിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരും. മെയ് മാസത്തിൽ ഒരു എക്സാം നടക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ. ഒരുപക്ഷെ കൂടുതലായിട്ട് സർവീസിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ച് അധികം കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവില്ല ഒരുപക്ഷെ. അപ്പോൾ ഈ എക്സാമിൽ ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ എക്സാം സെന്റേഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനിൽ. കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് അറിയാമെന്നാണ്. ഇപ്പോൾ ഏപ്രിലാണ് വന്നിട്ടുള്ളത് അല്ലേ? ഏപ്രിൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ കേരള എലിജിബിലിറ്റി ടെസ്റ്റ് മെയ് 2025 എന്നുള്ള പേരിലാണ്. സാധാരണ നോട്ടിഫിക്കേഷൻ എപ്പോഴാണോ വരുന്നത് ആ മന്തിന്റെ പേരിലാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ എക്സാം മെയ് മാസത്തിൽ ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ, ജസ്റ്റ് സ്പെഷ്യൽ എക്സാം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഓക്കെ, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വരുന്ന നോട്ടിഫിക്കേഷൻ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറികളായിട്ടും എന്താണ് ചെയ്യുന്നുണ്ട്, എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം, സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായുള്ള പ്രത്യേക പരീക്ഷ ആയതിനാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭിന്നശേഷിയുള്ളവർക്കും അപേക്ഷാ ഫീസ് 750 രൂപയാണ് കേട്ടോ. 750 rupees ആണ് വന്നിട്ടുള്ളത് എക്സാമിനേഷന്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നത് എത്രയാണ്? SC ST അതുപോലെ തന്നെ ഭിന്നശേഷി ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും വരുന്നത് 1000 രൂപയാണ് ഫീസ്. ഓക്കെ, അപ്പോൾ എക്സാമിനേഷൻ ഫീസ് 1000 രൂപയാണ് ഒരു കാറ്റഗറിക്ക്. അതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു കാര്യം. ഇത് കഴിഞ്ഞ സ്പെഷ്യലൈസ്ഡ് എക്സാമിനും ഇങ്ങനെ തന്നെയാണ്. 2023 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലും ഇതേ രീതിയിൽ തന്നെയാണ് ഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപേക്ഷകർക്ക് അവർ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല അപേക്ഷ സമയത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ ഒരു റവന്യൂ ജില്ലയിൽ ഒരു പരീക്ഷാ കേന്ദ്രം മാത്രമേ അനുവദിക്കുകയുള്ളൂ. അപേക്ഷകർക്ക് തങ്ങൾ തിരഞ്ഞെടുത്ത വിദ്യാഭ്യാസ ജില്ല ഉൾപ്പെടുന്ന റവന്യൂ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഏത് DO ആണോ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ പരിധി തന്നെ എക്സാം സെന്റർ കിട്ടാൻ സാധ്യത കുറവാണ്. ഒരു റവന്യൂ ജില്ലയിൽ ഒരു സെന്റർ മാത്രമേ ഉണ്ടാവൂ. കാരണം എന്താണ്, നമ്മൾ ജനറൽ എക്സാം ആകുമ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും അല്ലേ? ഇവിടെ എന്താണ്, താരതമ്യേന ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാം സെന്റേഴ്സും കുറവായിരിക്കും. ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി വരെ നോക്കിയാൽ 10/4/2025 ആണ്. അതായത് ഏപ്രിൽ 10-ാം തീയതിയാണ് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. പിന്നെയോ നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി തരുന്നത് 19/4/2025 ആണ്. ഓക്കെ, അപ്പൊ 10-ന് തുടങ്ങിയിട്ട് 19-ന് അവസാനിക്കുന്നു എന്ന് വെച്ചാൽ 10 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനുള്ള ടൈം ആയിട്ട് കിട്ടും. പിന്നെ നോക്കിയേ, അപേക്ഷയുടെ ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി ആ സെയിം ഡേ തന്നെയാണ്, 19/4/2025 തന്നെയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയൊരു കാര്യം ഇങ്ങനെയാണ്. അപേക്ഷകർ വെരിഫിക്കേഷനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ട തീയതി 23/4 മുതൽ 30/4 വരെയുള്ള തീയതികളാണ്. അതായത് ഏപ്രിൽ 23-ാം തീയതി മുതൽ ഏപ്രിൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അപേക്ഷകർക്കൊക്കെ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എക്സാമിന് മുന്നേ തന്നെ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം പ്രധാനപ്പെട്ട കുറച്ച് ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യലിസ്റ്റ് എക്സാം നടത്തുന്നത് അല്ലേ? അപ്പൊ ആ എക്സാമിന് എഴുതാൻ അർഹത ഉള്ളവർ തന്നെയാണോ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം മാത്രമേ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യൂ. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷന് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഹാജരാവേണ്ടതായിട്ടുണ്ട്. 23/4 മുതൽ 30/4 വരെയാണ് ആ ഒരു സമയം തന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ ഓഫീസ് തന്നെയാണ് പോകേണ്ടത്, DO-യിൽ തന്നെയാണ് പോകേണ്ടത്. നെക്സ്റ്റ്, വെബ്സൈറ്റിൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി തന്നിട്ടുണ്ട് 20/5. അത് നെക്സ്റ്റ് മന്തിലാണ്, മെയ് 20-ാം തീയതിയാണ് ഹോൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ വരിക. അപ്പൊ ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ വെരിഫിക്കേഷന് ഹാജരായിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല, വെബ്സൈറ്റിൽ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, പരീക്ഷയുടെ തീയതിയൊക്കെ നിങ്ങൾ അറിഞ്ഞവർ തന്നെയാണ്. എപ്പോഴാണ് വരിക, മെയ് 29, 30 തീയതികളായിട്ടാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മെയ് 29 വ്യാഴാഴ്ച 2 കാറ്റഗറി നടക്കും. ഓക്കെ, കാറ്റഗറി 1, 2. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറി 3ഉം 4ഉം നടക്കുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ടുള്ള സമയങ്ങളിൽ. അതൊക്കെ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സർവീസിലുള്ളവരായതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ കാറ്റഗറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു കാൻഡിഡേറ്റിന്, ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്.
ഇവിടെ ഇപ്പം നിലവിൽ അതല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഏതാണോ ആവശ്യമായി വന്ന കാറ്റഗറി അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെയാണ്, ഒരു പരീക്ഷാർത്ഥിക്ക് ഒരു കാറ്റഗറി മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നെക്സ്റ്റ്, അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിലൊരു തെറ്റ് വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഫോട്ടോ ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ നോക്കിയേ, ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. മുന്നേ ഒക്കെ നമുക്ക് പേരും തീയതിയൊക്കെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് വേണ്ട, ഫോട്ടോയിൽ നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഡയറക്റ്റ് ഒരു ഫോട്ടോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ അതിലും ശ്രദ്ധിക്കണം, ഫോട്ടോയിൽ KPSC മറ്റു സീലുകൾ എന്നിവ രേഖപ്പെടുത്താൻ പാടില്ല. അതായത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റേത് നമ്മൾ ഒട്ടിച്ച കാര്യങ്ങൾ പറിച്ചിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാനൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. മറ്റ് സീലുകളോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ്, ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. അതായത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് കളർ നമ്മൾ വെക്കാറുണ്ടല്ലോ, ലൈറ്റ് ബ്ലൂ ഒക്കെ വെക്കാറുണ്ട്. അങ്ങനെയുള്ള പ്ലെയിൻ കളർ ആയിരിക്കണം എന്നേ ഉള്ളൂ. സെൽഫി പാടില്ല എന്ന് പറയുന്നുണ്ട്. വ്യക്തമായിരിക്കണം ഫോട്ടോ. ഓക്കെ. സ്റ്റുഡിയോയിലൊക്കെ പോയി എടുക്കുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നത് തന്നെയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് നോക്കാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർവീസിലുള്ള അധ്യാപകർ പെൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പെൻ നമ്പർ ലഭ്യമല്ലാത്ത അധ്യാപകർ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധമായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ താഴെ ഭാഗത്ത് ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിട്ട് ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ മാനേജറോ ഒക്കെ ആയി ബന്ധപ്പെട്ട് അത് ഫില്ല് ചെയ്ത് വെക്കേണ്ടതാണ്. കയ്യിൽ വെരിഫിക്കേഷൻ സമയത്ത് അത് കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. പെൻ നമ്പർ ഇല്ലാത്ത ലഭ്യമല്ലാത്ത പിന്നെ അധ്യാപകരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലെ നമ്പർ നിർബന്ധമായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ എല്ലാവരും തന്നെ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ മാനേജർ എന്നിവരിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കുകയും വെരിഫിക്കേഷൻ സമയത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാക്കേണ്ടതുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് സ്കൂളിലുള്ളവരാണ് ഹെഡ് മാസ്റ്റർ ഫില്ല് ചെയ്താൽ മതി. അല്ല എയ്ഡഡ് സ്കൂളുകളിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ മാനേജർ ഫില്ല് ചെയ്ത് തരുന്ന രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ. അതിന്റെ നമ്പറാണ് പെൻ നമ്പർ ഇല്ലാത്തവർ അതിന് പകരമായിട്ട് കൊടുക്കേണ്ടത്. വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിർബന്ധമായും ഒരു ഐഡന്റിറ്റി കാർഡ്, അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനാണ്, ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഇൻവിജിലേറ്റർക്ക് കാണാനായിട്ട് പരിശോധിക്കാനായിട്ട് നൽകേണ്ടതൊക്കെ സെയിം ആയിരിക്കണം. ഓക്കെ. അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷൻ നൽകാൻ പറ്റുള്ളൂ. കാരണം പിന്നീട് വരുന്ന വെരിഫിക്കേഷൻ അതൊക്കെ നമ്മൾ തടയപ്പെട്ടേക്കാം. ഓക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ നിങ്ങളുടെ ഫീസ് പിന്നെ പേയ്മെന്റ്, ഇതിന് ഫീസ് ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എറർ ഒക്കെ വന്ന് നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, പക്ഷെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, പരീക്ഷാ ഭവൻ അതിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പകരം നിങ്ങൾ ഏത് ബാങ്ക് ആണോ ആ ബാങ്കുമായി ബന്ധപ്പെട്ട് അത് പിന്നെ പരിഹരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫീസ് പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു പിന്നെ നമ്പർ വരുമല്ലോ നമ്മുടെ. അപ്പോൾ ആ വന്നിരിക്കുന്ന പിന്നെ ട്രാൻസാക്ഷൻ ID അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നമ്പർ ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ബാങ്കിൽ പോയിട്ട് അതിനുള്ള പരിഹാരം കാണണം എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ഇത് അവരവരുടെ മാതൃ ബാങ്കുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാവുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സർവീസിലുള്ള അധ്യാപകർക്കായിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് വരുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഏതൊക്കെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ വർഷങ്ങൾക്ക് ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, എല്ലാ അധ്യാപകരും എന്ത് ചെയ്യണം, ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രോസ്പെക്ടസ് അടക്കമുള്ള ഈ നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് വായിച്ചു നോക്കുക. സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത്രയാണ് ഇവിടെ പിന്നെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, സിലബസും കാര്യങ്ങളൊക്കെ അറിയാം, എന്തൊക്കെ വരും എന്തൊക്കെ വരില്ല എല്ലാം നമുക്ക് അറിയുന്നതന്നെയാണല്ലോ, ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ നോക്കുന്നത് തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ പറഞ്ഞ കൺഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റിന് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് പ്രിന്റ് എടുത്താൽ മാത്രം മതിയാകും. ഓക്കെ. ഇതാ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത്. ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ, ഡേറ്റ്, അതാണ് നമ്പർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ. അത് ഫിൽ ചെയ്യുന്ന സമയത്ത് ചെയ്യും. ഓക്കെ. നിങ്ങളൊരു ഫോട്ടോ അവിടെ ഫിക്സ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ശ്രീമതി എന്താണ് പേര്, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ഇവിടെ നെയിം ഓഫ് സ്കൂൾ, അതുപോലെ സ്കൂൾ കോഡാണ് തൊട്ട് താഴെ ഫില്ല് ചെയ്യേണ്ടത്. അതൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാനാവുമല്ലോ, എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ സർവീസ്, ആ ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് സൈൻഡ് ബൈ ഹെഡ് മാസ്റ്റർ ഓർ
ഇൻ കേസ് ഓഫ് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് അവരാണെങ്കിൽ അവിടെ മാനേജർ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരും. അത് കയ്യിൽ വെക്കുക. അത് വെച്ചിട്ട് വേണം നിങ്ങൾ DOയിലേക്ക് പോകാനായിട്ട്. ആ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവുക. അതാണ് അവിടെ നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ആവശ്യമുള്ള മാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതന്നെയാണ്. എന്തിനാ വരിക, ജനറൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ജനറൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്കാണ് ക്വാളിഫിക്കേഷന് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 90 മാർക്കാണ് നമുക്ക് എക്സാമിന് കിട്ടേണ്ടത് അല്ലേ. റിട്ടേൺ ടെസ്റ്റിന് 90 മാർക്ക് വേണം. പിന്നെയോ അതുപോലെ തന്നെ SC ST OEC വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ, SC ST OBC OEC വിഭാഗത്തിലുള്ള അധ്യാപകരാണെങ്കിൽ നിങ്ങൾക്ക് 5% ഇളവുണ്ട്. അതായത് 55% മാർക്ക് മതിയാവും. എന്ന് വെച്ചാൽ 82 മാർക്ക് വേണം. അതുപോലെ PH ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 50% മാർക്ക് മാത്രം മതിയാവും. 75 മാർക്ക് മാത്രമേ കട്ട് ഓഫ് ആയിട്ട് ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മാർക്കുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. പിന്നെ സ്ക്രൈബ് ഒക്കെ വേണ്ട ആളുകൾ അധ്യാപകരുണ്ടെങ്കിൽ, സഹായിയെ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഇവിടെ കൊടുക്കാനുണ്ട്. DO വഴിയാണ് ഇത് കൊടുക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് 5 ദിവസം മുൻപ് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ കൃത്യമായിട്ടൊന്നും എന്തായാലും നിർബന്ധമായിട്ട് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇനി ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം വരാനുണ്ട്. സാധാരണ ജൂൺ ജൂലൈയിലൊക്കെയാണ് വരിക. അപ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ ഒരുപക്ഷെ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. ഓക്കെ. എന്തായാലും ഇതിനിടയിൽ മറ്റൊരു എക്സാം വീണ്ടും വരില്ല. ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ ജൂൺ വരെ എന്തായാലും മെയ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ പുതിയ എക്സാം വന്നേക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ഇന്നിപ്പോൾ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നു അല്ലേ. എക്സാം മെയ് മാസം ലാസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ 1 മാസം 1.5 മാസമാണ് കിട്ടുക ടൈം. 1.5 മാസത്തോളം ടൈം കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ തവണയും ഈ ഒരു എക്സാം നിങ്ങൾ എന്താ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഓരോ ഇത്ര മണിക്കൂറെങ്കിലും വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എല്ലാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് പോയി നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. താങ്ക് യു.